ഹായ് ഹലോ, ഇന്നൊരു വാട്ടേറ്റിൻ്റെയാണ്. കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി സാമ്പാറുമാണ്. പിന്നെ നമുക്ക് കൂടെ ചായ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സാധാരണ 2 ഇഡ്ഡലിയേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 3 ഇഡ്ഡലി എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയാം, എനിക്ക് നല്ലവണ്ണം സാമ്പാർ അല്ല ഏത് കറി ആയാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നിറയെ ഒഴിച്ച് നല്ലവണ്ണം കുഴച്ച് തിന്നുന്നതാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഇഡ്ഡലി സാമ്പാറിനോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ കളരി രസായനം എന്ന് പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തപ്പോൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലി സാമ്പാറും കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 3 കൂടുതലായി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് സാമ്പാറും ഇഡ്ഡലി നല്ല ആ കോമ്പിനേഷൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണിന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. മീൻ കിട്ടാത്തതുകൊണ്ടല്ല, ചൂരമീനായിരുന്നു. എനിക്ക് ചൂരമീനോട് താല്പര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ മുട്ടക്കറിയാണ്. മുട്ടക്കറിയും പിന്നെ ബീൻസ് മെഴുക്ക് പുരട്ടിയും പിന്നെ തക്കാളി അച്ചാറാണിത്. തക്കാളി അച്ചാർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കണം. നമ്മൾ സാധാ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ തക്കാളി അച്ചാറും മെഴുക്ക് പുരട്ടിയും മുട്ടക്കറിയും വെച്ചിട്ട് ചോറ് കഴിക്കുവാണ്. പിന്നെ നമുക്ക് മീനില്ലാത്തതുകൊണ്ട് ഒരു എന്താ പറയുക, അത്ര ഒരു ഇത് തോന്നിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ലാതെ ചോറ് കഴിച്ചു. അച്ചാറുള്ളതുകൊണ്ട് ചോറ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ പച്ച കളർ മിച്ചർ തിന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലൊരു കുഴലുള്ള നീളത്തിലുള്ള ഒരു മുറുക്കും കഴിച്ചു. അപ്പോൾ ചായ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൈഷേട്ടൻ വന്നിട്ട് ഞങ്ങൾ ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരുന്ന് കഴിക്കുകയാണ്, വെറുതെ ഇരുന്ന് കുറിക്കുവാണ്. ഞാനും അബിക്കുട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അബിക്കുട്ടൻ TV കാണുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു ആ മുറുക്കിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഷേട്ടൻ വരാനായിട്ട് ലേറ്റായി കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയി സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പം ബോണ്ട മേടിച്ചിട്ട് വന്നു കേട്ടോ. എനിക്ക് ബോണ്ട മുന്നേ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നല്ല മൊരിഞ്ഞ ബോണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ 7 മണിക്കാണ് ചായ ഇട്ടത്. കുളിച്ചിട്ട് ചായ കുടിക്കുവാണ്, ബോണ്ടയും കഴിച്ചു. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴയത്ത് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് കരുതി സൈഷേട്ടനെ കടയിൽ പറഞ്ഞു വിട്ടു. കടയിൽ പറഞ്ഞിട്ടല്ല, സൈഷേട്ടൻ കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മഴയല്ലേ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞപ്പോൾ സൈഷേട്ടൻ പോയി ദം ബിരിയാണി ഞങ്ങൾക്ക് മേടിച്ചിട്ട് വന്നു. സൈഷേട്ടന് പൊറോട്ടയും മേടിച്ചിട്ട് വന്നു കേട്ടോ. പക്ഷേ പൊറോട്ട മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ബിരിയാണി തന്നെ നിറയെ ഉണ്ടായിരുന്നു. നല്ല അരപ്പും 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു. പിന്നെ അതോടെ മഴ ആയതുകൊണ്ട് കറണ്ടും പോയിട്ടോ. നിങ്ങൾക്ക് കാണാൻ ഇരുട്ടത്തിരുന്നാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്. മൊബൈൽ ടോർച്ച് വെളിച്ചത്തിലാണ് നിന്ന് കഴിക്കുന്നത് കേട്ടോ. അബിക്കുട്ട എന്നെ ചവച്ച് കുറച്ച് ബിരിയാണി കഴിച്ചോളൂ, ബാക്കി പകുതി മുക്കാൽ ഞാൻ കുത്തിരുന്ന് കഴിക്കേണ്ടി വന്നു. പിന്നെ സലാഡും അച്ചാറൊക്കെ ചേർത്തിട്ട് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഇരുട്ടത്തിരുന്ന് ഫുഡും കഴിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക്